കാലത്തിന് മുന്നേ സഞ്ചരിച്ച പല സിനിമകളും നമ്മളുണ്ട്. ഇത് ഇത്ര കറക്റ്റായിട്ട് വരുമെന്ന് ആരും വിചാരിച്ചില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ, നമുക്കൊന്ന് കാണാം. ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ്, അത് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നല്ല 100 വട്ടം ചിന്തിക്കണം. കാരണം ആ വാർത്തയുടെ അങ്ങേ തലയ്ക്കൽ മറ്റൊരാളുടെ ജീവിതമുണ്ട്. അത് മറക്കരുത്. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പറയാ പോകാനും ഇഷ്ടം. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. പക്ഷേ കർത്താവിന് പോളാക്കരുത് കേട്ടോ. അങ്ങനെ പൊറുക്കുകയല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം. കുറച്ച് വ്യൂസിനും ലൈക്സിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയുടെ ഉത്തരവാ ഇപ്പൊ ഈ ഐസിയു കിടക്കുന്ന സഫ്യ. ഇത്തരം ഫേക്ക് ന്യൂസുകളിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് കേസുകളാണ് നമുക്ക് ചുറ്റിനുള്ളത്. മുമ്പേ ഒരു പെൺകുച്ചി അവക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവള് കാട്ടിക്കൂട്ടി. ഇപ്പൊ ആ മനുഷ്യൻ പോയി. അവക്ക് റീച്ച് കിട്ടി. പോയപ്പോ ആർക്ക് പോയി? ആ അച്ഛനമ്മയ്ക്കും പോയി അല്ലേ? അവളുടെ വേഷം കെട്ടിന് വേണ്ടി അവളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ പാവപ്പെട്ട മനുഷ്യനോട് എന്ത് തേടി? നിനക്ക് ഇങ്ങനെയൊന്നും അല്ല മരിക്കാൻ പോണ. നിനക്ക് പറയണില്ലൊന്നും. അവളൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ഒന്നും ഒരാളും ശിക്ഷിക്കാനും പോകണില്ല. ഇതൊക്കെ തന്നെ ഈ നശിച്ച ലോകത്തുണ്ടാവുള്ളൂ. നശിച്ച ലോകത്തെന്നല്ല പറയണ്ട, നശിച്ച നാട്ടിൽ. എനിക്ക് ഇനി അനുഭവിക്കാൻ പോകണുള്ളൂ. നീയൊക്കെ നശിച്ചവള്.